നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ബജറ്റ് അവതരിപ്പിച്ച ദിവസം മുതൽ തുടങ്ങിയതാണ് UDFന്റെ സമരം. ബജറ്റിലെ നികുതി നിർദ്ദേശങ്ങൾക്കെതിരെയാണ് പ്രധാനമായും സമരം. പല സ്ഥലങ്ങളിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചു. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് മുന്നിൽ ചാടിയൊക്കെ ചെയ്തു. വലിയ സമരങ്ങളൊക്കെ കേരളത്തിൽ നടന്നു. ഒരു പ്രധാനപ്പെട്ട സമരത്തിലേക്ക് UDF കടക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ സമരത്തിന് ഉദ്ഘാടനം നിർവഹിക്കപ്പെടും. സെക്രട്ടേറിയറ്റിന് മുന്നിലും കേരളത്തിലെ മറ്റ് 13 ജില്ലകളിൽ കളക്ടറേറ്റുകൾക്ക് മുന്നിലുമാണ് രാപകൽ സമരം. 24 മണിക്കൂർ നീളുന്ന ഈ രാപകൽ സമരമാണ് UDF ആരംഭിക്കുന്നത്. ഈ രാപകൽ സമരത്തെക്കുറിച്ചാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 3542 100. കണ്ണൂരിൽ നിന്നും രാജീവനാണ് ആദ്യ പ്രേക്ഷകനായിരുന്നത്. രാജീവൻ, നികുതി നിർദ്ദേശങ്ങൾ വന്നത് മുതൽ UDFന്റെ സമരം തുടരുകയാണ്. നേരത്തെയൊക്കെ UDFനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട പരാതി ജനകീയ വിഷയങ്ങളടക്കം ഒരു ശക്തമായ സമരത്തിന് UDF തയ്യാറാവുന്നില്ല എന്നുള്ളതൊക്കെയായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അത് മാറ്റിക്കൊണ്ട് UDF ഒരു സമരത്തിലേക്ക് വരികയാണ്. രാപകൽ സമരം ഇന്ന് തുടങ്ങുകയാണ്. എന്താണ് താങ്കൾക്ക് ഇതേക്കുറിച്ചുള്ള അഭിപ്രായം? ഹലോ, നമസ്കാരം, പറയാം. അതെ, UDF ഇപ്പം രാപ്പകൽ സമരം ഒക്കെ നടത്തുന്നുണ്ട്. ശരി തന്നെ, അവരിങ്ങനെ കുറെ സമരങ്ങള് ഈ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ ഒക്കെ പേരിൽ കുറെ സമരങ്ങള് മുഖ്യമന്ത്രി തടയൽ, അങ്ങനെ പല പരിപാടികളും സമര പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു മുമ്പ്. എല്ലാം എന്താ അതിന്റെ ഗതി എന്ന് നമുക്കറിയാം. ഇപ്പൊ ഈ സമരം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് കേന്ദ്രത്തിൽ നിന്ന് 40,000 കോടിയിലേറെ രൂപ നമുക്ക് കിട്ടാനുണ്ട് കേരളത്തിൽ. അതവര് പിടിച്ചു വച്ചിരിക്കുകയാണ്, തരുന്നില്ല. അതിനെതിരെ കേന്ദ്രത്തിനെതിരെ എന്തെങ്കിലും ഒരു സമരം നടത്തുന്നുണ്ടോ? കേന്ദ്രത്തിനെതിരെ പ്രതിഷേധിക്കുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ലല്ലോ. അത് മാത്രമാണോ? പിന്നെ ഇപ്പൊ നമ്മള് കേന്ദ്ര ബജറ്റിനെതിരെ എന്തെങ്കിലും ഒരു പ്രതിഷേധം നടത്തണ്ടേ? കേന്ദ്ര ബജറ്റിൽ സാധാരണ ഇവിടുത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കെതിരെയൊക്കെ എത്രമാത്രം വിഹിതമാണ് വെട്ടിക്കുറച്ചിട്ടുള്ളത്? എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? പ്രതിഷേധിക്കുന്നുണ്ടോ? പാവപ്പെട്ട കേരളത്തിൽ സമരം നടത്തുന്നത് പോലെ തന്നെ കേന്ദ്രത്തിനെതിരെയും സമരം വേണം എന്നുള്ളതാണ് താങ്കളുടെ അഭിപ്രായം. എന്തായാലും മറ്റു പ്രേക്ഷകൻ കൂടിയുണ്ട്. വടകരയിൽ നിന്നും ബാലകൃഷ്ണനാണ്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് പറയാം. നമസ്കാരം സാർ. നമസ്കാരം സാറേ, ഈ UDFന്റെ സമരം എന്ന് പറഞ്ഞ ഒരു പ്രഹസനാണ്. എന്റെ അറിവ് ശരിയാണെങ്കിൽ തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്ര മേയർക്കെതിരായിട്ട് ഒരു സമരം ഇവർ നടത്തിയിരുന്നു. അത് ഒത്തുതീർപ്പായി എന്നാണ് എനിക്ക് പരിമിതമായ എന്റെ അറിവ്. അപ്പൊ അതുകൊണ്ട് ഈ സമരങ്ങളൊക്കെ UDFന്റെ സമരങ്ങളൊക്കെ ഇവർ വായി മാറാം. ഇപ്പം 16-ാം തീയതി ഫെബ്രുവരി 16-ന് ത്രിപുരയിൽ ഇലക്ഷൻ നടക്കുമല്ലേ? ഇവരൊന്നല്ല ഇവിടെ. അപ്പൊ അതുകൊണ്ട് സാഹചര്യമല്ലോ കേരളത്തിൽ. ഓരോ സംസ്ഥാനത്തും ഓരോ തരത്തിലല്ലേ രാഷ്ട്രീയ ബന്ധങ്ങൾ വരുന്നത്. എന്താ സാഹചര്യം? ഏത് സാഹചര്യത്തിനാണ് അവിടെ അവർ കോൺഗ്രസിനെ എതിർക്കുന്നത്? ഏത് സാഹചര്യത്തിലാണ് അവർ ത്രിപുരയെ? കൃത്യമായും രണ്ട് പാർട്ടികളും പറഞ്ഞിട്ടുണ്ട്. അവിടെ BJPക്ക് എതിരെ ഒരു മുന്നണി എന്ന നിലയ്ക്കാണ് BJP അധികാരത്തിൽ വരുന്നത് തടയുക എന്നുള്ളതാണ് അവിടെ ലക്ഷ്യം എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് രണ്ട് പാർട്ടികളും. അത് ഇമ്പോസിബിൾ ആയ കാര്യം. BJP അധികാരത്തിൽ വരുന്നത് തടയാൻ ഈ മുന്നണികൾ തീർത്തും, പ്രതിപക്ഷ പാർട്ടികൾ തീർത്തും ഇന്ത്യയിൽ നമ്മുടെ വിഷയം അതൊന്നുമല്ല. നമ്മുടെ വിഷയം ഈ രാപകൽ സമരമാണ്. അതിനെ മറ്റേതുമായി ബന്ധപ്പെടുത്തേണ്ടതില്ല. അല്ല, രാപ്പകൽ സമരം എന്ന് പറഞ്ഞാൽ രാപ്പകൽ സമരത്തെ പ്രഹസനമാണിത്. രാപകൽ സമരം പ്രഹസനമാണെന്നുള്ള അഭിപ്രായമാണ് ബാലകൃഷ്ണൻ വടകരയ്ക്ക്. മറ്റ് പ്രേക്ഷകരുണ്ട്. പാലക്കാട് നിന്നും ജിതിനാണ്. ജിതിൻ, താങ്കൾക്ക് പറയാം. അതായത് ഈ സമരത്തില് UDF എന്ന് പറയുന്ന കേരളത്തിലെ ഔദ്യോഗിക പ്രതിപക്ഷമാണല്ലോ. അവർ ഉന്നയിക്കുന്ന വിഷയങ്ങളൊക്കെ 100% ശരിയാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഇപ്പൊ നികുതിയുടെ കാര്യമാണെങ്കിലും ഇന്ന് തന്നെ നികുതിയുടെ കാര്യം പറഞ്ഞ് നമ്മളെ നിരന്തരമായിട്ട് ഈ ഇടതുപക്ഷങ്ങൾ പറയുന്ന കാര്യമാണ് കേന്ദ്രം നികുതി തരുന്നില്ല എന്ന രീതിയിൽ. ഇന്ന് NK പ്രേമേന്ദ്രൻ എംപിക്ക് നമ്മുടെ ധനമന്ത്രി കൊടുത്ത മറുപടി ഉണ്ട്. അത് ഇന്ന് തന്നെ പ്രസക്തമായി നമ്മുടെ ചാനൽ, നിങ്ങളുടെ ചാനലടക്കം ഇങ്ങനെ കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനു മുമ്പ് പ്രേക്ഷകർ പറഞ്ഞപ്പോൾ തിരുത്താൻ ശ്രമമെങ്കിലും താങ്കൾ നടത്തണമായിരുന്നു. പക്ഷെ താങ്കൾ നടത്തിയില്ല. അതിലുള്ള ചെറിയ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളാണ് അവർ പറയുന്നത്. എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഇടപെട്ട് തിരുത്തുക എന്നൊക്കെ പറയുന്നത് അസാധ്യമാണ്. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പ്രേക്ഷകരുണ്ടാവും. അല്ല, ശരിയാണ്. ഇപ്പൊ താങ്കളുടെ ചാനൽ തന്നെ കൊടുത്ത വാർത്തയാണ്. അതെ, നിങ്ങളുടെ ചാനൽ തന്നെ കൊടുത്ത വാർത്തയാണ്. ധനമന്ത്രിയുടെ പ്രതികരണം വന്നിട്ടില്ല. കേരള ധനമന്ത്രിയുടെ അദ്ദേഹത്തോട് പ്രതികരണം ആരാഞ്ഞിരുന്നു. പിന്നീട് പ്രതികരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിർമ്മലാ സീതാരാമനാണ് പറഞ്ഞത് കേരളം കഴിഞ്ഞ കുറെ വർഷങ്ങളായി GST കണക്ക് കൃത്യമായി നൽകിയിട്ടില്ല എന്നുള്ളത്. അതായത് ഈ സമരത്തെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോ വിജയിപ്പിക്കാനുള്ള ശേഷി കേരളത്തിൽ UDFന് ഉണ്ടോ എന്ന കാര്യവും സംശയമാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഈ അടുത്ത കാലത്ത് നടന്ന ഏത് സമരമാണ് UDF വിജയിപ്പിച്ചിരിക്കുന്നത്? കാരണം നമുക്ക് നോക്കിയാൽ അറിയാം, നമ്മുടെ തിരുവനന്തപുരത്തിലെ മേയറിന്റെ കത്തും തുടങ്ങിയിട്ട് എത്ര നേതാക്കന്മാരുടെ ഭാര്യമാരെയാണ് കേരളത്തിലെ ഏതൊക്കെ യൂണിവേഴ്സിറ്റികൾ പ്രൊഫസറായി നിയമിക്കുകയും അതിൽ ഹൈക്കോടതി ഇടപെട്ട് പുറത്താക്കുകയും ചെയ്യുകയും
പിന്നെ ഒട്ടനവധി പുറത്താക്കിയത് കുറവും വിവാദങ്ങളായിപ്പെട്ട എത്രയാണ്. ഇതിൽ ഏതെങ്കിലും ഒരു സമരം നടത്തി വിജയിപ്പിക്കാൻ യു ഡി എഫിന്റെ സമരം വിജയിപ്പിക്കാനുള്ള ശേഷിയെ കുറിച്ചാണ് സംശയം പ്രകടിപ്പിക്കുന്നത്. മറ്റൊരാൾ ആലപ്പുഴയിൽ നിന്നും നജീബാണ്. ശ്രീ നജീബ്, താങ്കൾക്ക് പറയാം. ഈ സമരം നല്ല കാര്യം കേട്ടോ. ഒന്നോർത്ത ഇവര് സമരം ചെയ്യണം. കേരളം മൊത്തം സമരം ചെയ്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം സമരം ചെയ്ത ഓർമ്മയുണ്ട്, സ്വർണ്ണക്കടത്ത്. അതായത് 91 99 കൊടുത്തു. ഇതേപോലെ ഇപ്പൊ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ജനങ്ങളെ വെറുപ്പിക്കുക, അതിനുവേണ്ടി മാത്രമേ ഈ സമരം. ഈ സ്വർണ്ണക്കടത്ത് സമരം പോലെ ഇതിനെ ഞാൻ ഒരു മിനിറ്റ് ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെ ഇവിടെ ഒരു കേന്ദ്രമന്ത്രിയുണ്ട്, വാ തുറക്കുന്നത് കേരള ഗവൺമെന്റിന് തെറി പറയാനും പിന്നെ ഇവിടെ കള്ളം പറയാനും വേണ്ടി മാത്രമാണ്. എത്രയോ പ്രാവശ്യം പെട്രോളിന്റെ വില കയറ്റി വന്ന് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവോ എന്തെങ്കിലും ഒന്ന് അതിനെതിരായിട്ട് സംസാരിച്ചിട്ടുണ്ട്? കെ മുരളീധരൻ നേതാക്കന്മാർ അങ്ങനെ നമ്മൾ പറയരുത്. എല്ലാ കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം പെട്രോൾ വില ആദ്യം കരിങ്കൊടി കാണിക്കേണ്ട പുള്ളിയിരിക്കുന്നവരെ. ഈ മുരളീധരന് കേന്ദ്രമന്ത്രിക്കെതിരെയാണ് ആദ്യം കരിങ്കൊടി കാണിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയെ കാണിക്കും. ശരി, ആദ്യം വി മുരളീധരൻ നേരെ കരിങ്കൊടി കാണിച്ചിട്ടാണ് മുഖ്യമന്ത്രിയെ കാണിക്കേണ്ടത് എന്നുള്ള അഭിപ്രായമാണ് നജീബിൻ്റെത്. മറ്റൊരാളുടെ തിരുവനന്തപുരത്ത് നിന്നും ജയകുമാറാണ്. ശ്രീ ജയകുമാർ, താങ്കൾക്ക് പറയാം. ഈ പ്രതിപക്ഷം സമരം ചെയ്യണോ വേണ്ടേ? സമരം ചെയ്താൽ അത് ബുദ്ധിമുട്ട്, സമരം ചെയ്തില്ലെങ്കിൽ അത് ബുദ്ധിമുട്ട്. നാട്ടുകാരെ പിഴിഞ്ഞ് ഇത്രയും കൊള്ളയടിച്ചിട്ട് പ്രതിപക്ഷം സമരം ചെയ്യണില്ല എന്നാണ് ആദ്യം പരാതി. ഇപ്പൊ സമരം ചെയ്തപ്പോ സമരം ചെയ്യുന്നു എന്നാണ് പരാതി. എന്ത് ചെയ്യണം പ്രതിപക്ഷം? ഈ കേന്ദ്രത്തിൽ നിന്ന് പൈസ വാങ്ങിക്കൊണ്ട് കൊടുക്കേണ്ട ജോലി പ്രതിപക്ഷത്തിനല്ല, അമ്മാവനും അനുഭാവനും കൂടെ ഇറങ്ങി തിരിച്ചിരിക്കുന്നു കുറ്റം പറഞ്ഞുകൊണ്ട്. അതിനാണ് സമ്പത്തിനെയും അത് കഴിഞ്ഞിട്ട് തോമസ് സാറിനെ ഏർപ്പാട് ചെയ്തത്. അവരാണിത് ഉണ്ടാക്കിക്കൊണ്ടിരാന്ന് പറഞ്ഞാണ് അവരെ വൺ പോസ്റ്റിലേക്ക് ഇവര് അപ്പോയിന്റ്മെന്റ് ചെയ്തേക്കുന്നത്. അല്ലാതെ ഇവിടെ മുഖ്യമന്ത്രി ഇത്രയും MLA-മാരും ഉണ്ടല്ലോ, അവര് വഴി കൊണ്ടുവരണം. അല്ല പ്രതിപക്ഷത്തിന്റെ ജോലിയല്ല കൊണ്ടുവന്ന് ദൂർത്തടിച്ചാൽ കൊടുക്കാൻ. ഈ വെളിയിൽ കറങ്ങാൻ പോയപ്പോഴൊക്കെ പ്രതിപക്ഷ നേതാവിനെ കൊണ്ടുവരുന്നോ? പശുത്തൊഴുത്തുണ്ടാക്കിയപ്പോഴൊക്കെ പ്രതിപക്ഷ നേതാവിനെ ഉണ്ടാക്കി കൊടുത്തിരുന്നോ? ഇതൊന്നുമില്ലല്ലോ. അപ്പൊ എന്തിനെങ്കിലും സമരം ഇത്രയും ജനത്തിനെ പിഴിഞ്ഞ് പട്ടിണിയും ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ജനത്തിനെ പിഴിഞ്ഞപ്പോ കുറെ ന്യായീകരണ തൊഴിലാളികൾ ഇറങ്ങി. അവർക്കാർക്ക് ബുദ്ധിമുട്ടില്ലേ? അവർക്കുണ്ടാവില്ല. കരിഞ്ചന്തി കള്ളക്കടത്ത് മയക്കുമരുന്ന് കച്ചവടമാണല്ലോ ജോലി. പിന്നെ അവർക്കുണ്ടാവില്ല. സാധാരണക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ഇറങ്ങിയല്ലേ നോക്കൂ. വിജയിക്കണോ വേണ്ടേ എന്നുള്ളത് സർക്കാരാണ് തീരുമാനിക്കുന്നത്. ആടിച്ചോദിക്ക് നാശക്കോട്ടാക്കിയാൽ പിന്നെ എങ്ങനെ വിജയിക്കാൻ പറ്റും? അവർക്ക് സമരം ചെയ്യാനല്ലേ പറ്റുള്ളൂ. എന്തെങ്കിലും അംഗീകരിക്കേണ്ടത് അവരില്ലേ? എവരീ പറഞ്ഞ വലിച്ചവയ്ക്കലും കണ്ണേവാദവും ടിയർ ഗ്യാസൊക്കെ പ്രയോഗിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് സമരം ചെയ്യാതിരിക്കാത്തോ? ഒരു തരത്തിൽ കിട്ടുന്നിടത്തോളം പോകും. ശരി, മറ്റു പ്രശ്നം കൂടിയുണ്ട്. മഞ്ചേരിയിൽ നിന്നും മുഹമ്മദാണ്. ശ്രീ മുഹമ്മദ്, താങ്കൾ ഈ കേരളത്തിലെ വിലക്കയറ്റം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് അധിക നികുതി ഭാരം ചുമത്തുന്ന തരത്തിലുള്ള ബജറ്റും അതേ തുടർന്നുണ്ടായ UDF-ന്റെ സമരങ്ങളുമൊക്കെ താങ്കൾ കണ്ടു കാണും. ഇന്നിപ്പോൾ രാപകൽ സമരത്തിലേക്ക് UDF തുടക്കം കുറിച്ചിരിക്കുകയാണ്. എന്താണ് താങ്കളുടെ അഭിപ്രായം? നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്. സമരം എന്ന് പറഞ്ഞാൽ ഏറ്റവും അനിവാര്യ ആവശ്യമാണ്. അപ്പൊ സമരം ചെയ്യാം. പക്ഷെ ഇപ്പൊ സമരം ചെയ്യുന്നുണ്ടല്ലോ, അത് അനാവശ്യ. അത് ചെയ്യേണ്ടത് ആർക്കാണ് അറിയും? കേന്ദ്ര ഗവൺമെന്റിനെതിരെ ചെയ്യണം. ഇവിടെ ഗ്യാസിന് വില എത്തി, വേറൊന്നിന് വില എത്തി, തൊട്ടതിനെല്ലാം വില എത്തി, GST പിടിച്ചു വാങ്ങി. ഇവിടെ എല്ലാം ഈ സർക്കാരിനെ ഞെരുക്കാണ്. ഇങ്ങനെ ഞെരുക്കിക്കൊണ്ട് നിന്നിട്ട് ഓലെ MP-മാരും ഓലെ രാജ്യസഭാ MP-മാരും അവർക്ക് അനുകൂലമായിട്ടാണ് സാറേ സംസാരിക്കുന്നത്. കണ്ടില്ലേ? ആ ഭരണത്തിന് അനുകൂലമായിട്ട് എല്ലാവരും പാടെ ചേർന്നിട്ട് അവിടുന്നില്ലത് വാങ്ങിയിട്ട് ഇവിടുത്തെ പൊതുജനങ്ങളെ എല്ലാവിധ പട്ടിണിയും ബാഹ്യരും ഒക്കെ തീർക്കാൻ വേണ്ടിയിട്ട് അതിനാണ് സമരം ചെയ്യേണ്ടത്. ശരി, മറ്റു പ്രശ്നം കൂടിയുണ്ട്. പത്തനംതിട്ടയിൽ നിന്നും സെയ്ദാണ്. ശ്രീ സെയ്ദ്, താങ്കൾക്ക് പറയാം. നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്. ഇത് ഇപ്പൊ നമ്മളെ കേരളത്തില് 19 MP-മാര് UDF-ന്റെ ആയിട്ട് കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ട്. അവര് പാർലമെന്റില് പോകുന്നത് കേരളത്തിന്റെ വിഷയങ്ങള് പാർലമെന്റിൽ ഉന്നയിക്കാൻ, കേരളത്തിന്റെ വിഷയങ്ങളിൽ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാരിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കേരളത്തിന് ന്യായമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് അവിടെ ഒരു പരിഹാരം കാണുന്നതിന് പകരം ഇവരിവിടെ രാപ്പകൽ സമരം, അതുപോലെ ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഒരു സ്വപ്ന പോലുള്ള ഒരു വ്യക്തി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന്റെ പേര് ചെമ്പ് എടുത്ത് എത്രയും നാൾ മുഖ്യമന്ത്രിയുടെ പുറകിന് നടന്നു. എന്തെല്ലാമാണ് കാണിച്ചത്? ബാരിക്കേഡുകൾ തകർക്കുന്നു, സ്ത്രീകള് മതിലയാടി കിടക്കുന്നു, കുറ്റി, അതേപോലെ കേരളത്തിന്റെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങള്. ചുരുക്കി പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് മാറുകയാണോ കേരളത്തില്? അത് എന്താണ്? ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു മുഖ്യമന്ത്രിയെ ഇത്രയും തേജോധം ചെയ്യുന്ന ഒരു UDF അവര് രാപ്പകൽ സമരം നടത്തേണ്ടത്
പാർലമെന്റിന്റെ മുമ്പിലാണ്. ഈ അസനും അതേപോലെ സുധാകരനും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഒക്കെ പോയി പാർലമെന്റിൽ 1 മാസം സമരം ചെയ്യണം. കേരളത്തിനോട് ഇത്രയും ക്രൂരമായ അവഗണന പാർലമെന്റ് മുന്നിലാണ് UDF സമരം ചെയ്യേണ്ടതെന്നുള്ള അഭിപ്രായമാണ്. മറ്റൊരു പ്രേക്ഷകരുണ്ട് തിരുവനന്തപുരത്ത് നിന്നും ദീപുവാണ്. ശ്രീ ദീപു, താങ്കൾക്ക് ഈ സമരത്തെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അല്ല, നമ്മളൊക്കെ കണ്ടിട്ടുള്ള രാപ്പകൽ സമരം എന്ന് പറഞ്ഞാൽ രാവിലെ തുടങ്ങി പിറ്റേ ദിവസം രാവിലെ തിരുന്നിട്ട് 24 മണിക്കൂർ സമരമാണ്. ഇതെന്താ അന്തിസമരം? രാവിലെ തുടങ്ങണമെന്നൊന്നുമില്ല. ഓരോ പാർട്ടിയും നിങ്ങൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. സപ്പോർട്ട് ചെയ്യാൻ താങ്കളൊരു തെറ്റായ വിവരം പറയുമ്പോൾ അതിനെ രാപ്പകൽ എന്ന് പറഞ്ഞാൽ എന്താ? പകലെവിടെ? നാളെയാണ് തീരുന്നത്. ഇപ്പൊ രാത്രിയല്ല സമരം തീരുന്നത്. താങ്കൾ ആ വാർത്ത ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങോട്ട് പോകണ്ട, ബാക്കി പറയാം. പിന്നെ ഈ ഹിമാചൽ പ്രദേശിൽ 3 രൂപയ്ക്ക് ഇന്ധന വില കൂട്ടി. കോൺഗ്രസ്സുകാരല്ലേ കൂട്ടിയത്, അതോ വേറെ വല്ലവരുമാണോ കൂട്ടിയത്? അതേപോലെ രാജസ്ഥാനിൽ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് എടുത്തു വെച്ച് വായിച്ചു. ഇത്ര നിരുത്തരപരമായ ആൾക്കാരാണ് ഇവിടെ നടത്തുന്നത്. എന്തേ ഇവർക്ക് കേന്ദ്ര ബഡ്ജറ്റ് നടത്തിയല്ലോ? എന്തെങ്കിലും കേരളത്തിന് ഒരു എന്തെങ്കിലും ഒരു സൂചി അവർ തന്നോ? കേരളത്തിന് ഒരു സൂചി? അതിനു വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കേന്ദ്ര സ്ഥാപനത്തിന്റെയോ ഗവർണറുടെ രാജ്ഭവന്റെ മുന്നിലോ ഒരു ദിവസം ഈ 4 തൊട്ടുള്ള ഈ അന്തിസമരം വേണ്ട? എന്തെങ്കിലും ഒരു സമരം അവിടെ നടത്തിക്കൂടെ? പോയിട്ട് ഒരു ചായ സമരമെങ്കിലും നടത്തിക്കൂടെ? ഒരു ചായ സൽക്കാരമെങ്കിലും നടത്തിക്കൂടെ? അല്ലെങ്കിൽ അവിടെ കയറി ഇറങ്ങുന്നവരാണല്ലോ ഇവര്. അങ്ങനെ കേരളത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഇവര് അവിടെ ചെന്ന് പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ടോ? ഇതൊന്നും ചെയ്യാൻ അനാവശ്യമായ ഒരു സമരമാണെന്നാണല്ലേ എന്താ തർക്കമുള്ളത്? അതല്ലേ അന്തിസമരം. രാപ്പകൽ സമരം എന്ന് പറഞ്ഞാൽ പകൽ ഇരിക്കണം. ഇവരെ കൊണ്ട് ഒരു സമരത്തിന്റെ പേരിന്റെ ചൊല്ലി ആ തരത്തിൽ പറയുന്നത് ശരിയല്ല. ആ സമരം 27 മണിക്കൂറാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്, മനോജ് കുമാറാണ്. ശ്രീ മനോജ് കുമാർ, താങ്കൾക്ക് ഈ സമരത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? സാറേ, സമരം വേണ്ടത് തന്നെയാ. പ്രതിപക്ഷം ചെയ്യേണ്ടത് തന്നെയാ സമരം. കാരണം നമ്മളെ നികുതിന്റെ പ്രശ്നമല്ലോ. പക്ഷെ പ്രതിപക്ഷത്തിന് അത് കഴിയൂല, സമരം ചെയ്യാൻ കഴിയില്ല. ഒരുപാട് അണികൾക്ക് പോലീസിന്റെ തല്ലി കിട്ടിയതിന് ശേഷം സമരം അവസാനിപ്പിക്കുന്ന ഇതാ ഇന്ന് വരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രതിപക്ഷത്തിന് സമരം ചെയ്യാനേ കഴിയില്ല. അതുകൊണ്ട് സമരം നിർത്തുന്നതല്ല അവർക്ക്. ശരി, എന്തായാലും UDFന്റെ രാപകൽ സമരത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് നടക്കുന്നത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പൊതുവേദിയിൽ വീണ്ടും തുടരും. ബജറ്റിലെ നികുതി നിർദ്ദേശങ്ങൾക്കെതിരെ UDF നടത്തുന്ന രാപകൽ സമരത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. മുഹമ്മയിൽ നിന്നും തങ്കച്ചനാണ് ചേരുന്നത്. ശ്രീ തങ്കച്ചൻ, താങ്കൾക്ക് പറയാം. സാറ്, ഈ സമരം എന്ന് പറഞ്ഞ സമരമല്ല, ഇത് സമരാഭാസമാണെന്നേ പറയാൻ പറ്റുള്ളൂ. കേരളത്തിൽ ഈ പിണറായി വിജയന്റെ ആദ്യ ഗവൺമെന്റും ഇപ്പോൾ നടത്തിയ ഗവൺമെന്റും കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കണ്ടിട്ട് വിളറി പിടിച്ച് ഭ്രാന്ത് പിടിച്ചുള്ള ഒരു സമരമാണ്. വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, വ്യവസായ മേഖല. UDFന്റെ കാലത്ത് എത്ര വ്യവസായശാലകൾ കേരളത്തിൽ അടച്ചുപൂട്ടി. ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് വിൽപ്പന ചരക്കാക്കി വെച്ച് വിറ്റ് തുലയ്ക്കാൻ വെച്ചിരുന്ന വ്യവസായശാലകള് കേരളത്തിൽ തിരിച്ചു മേടിച്ചു. ഒന്ന് വൈക്കത്ത് ന്യൂസ് പേപ്പർ ഉണ്ടാക്കുന്ന സ്ഥലം, ഒന്ന് HNL കാസർഗോഡ്. ഇതൊക്കെ കണ്ട്, അതുപോലെ തന്നെ ഗെയിൽ പൈപ്പ് ലൈൻ, ഉമ്മൻചാണ്ടി ഇട്ടിട്ടും പോയ സാധനമാണ് നാഷണൽ ഹൈവേ. ആ നാഷണൽ ഹൈവേക്ക് കേന്ദ്ര ഗവൺമെന്റിന് കൂടാതെ അധിക പണം കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് എടുത്ത് കൊടുത്ത് സ്ഥലം മേടിച്ച് ഇന്ന് നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. അതുപോലെ എല്ലാ മേഖലകളും, ഏതെങ്കിലും ഒരു മേഖല ഇന്ന് അടച്ചുപൂട്ടേണ്ട വക്കിലുണ്ടോ? വിദ്യാഭ്യാസ മേഖല തന്നെ എടുത്ത് നമുക്ക് പരിശോധിച്ചാൽ മതി. ഈ UDFന്റെ MLA-മാരുടെ മണ്ഡലത്തിലെ സ്കൂളുകൾക്കൊക്കെ എന്ത് പകട്ടാർന്ന ഒരു കെട്ടിടമാണ് പണിത് കൊടുത്തിരിക്കുന്നത്. എത്ര പിള്ളേരെ അവിടെ കൂടി. ഇതൊക്കെ കണ്ടിട്ട് ഇവർക്ക് ഭ്രാന്തായി പോയി. ഇവര് സമരമല്ല, ഇവരെയൊക്കെ ഉളമ്പാറെ കൊണ്ടുപോകണം. ശരി, മറ്റു പ്രേക്ഷകൻ കൂടിയുണ്ട്. തൃശ്ശൂരിൽ നിന്നും സുരേന്ദ്രനാണ്. ശ്രീ സുരേന്ദ്രൻ, UDFന്റെ നേതൃത്വത്തിലുള്ള രാപകൽ സമരം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുന്നിലും മറ്റ് ജില്ലകളിൽ കളക്ടറേറ്റ് മുന്നിലുമാണ്. സമരം ഇപ്പോൾ തുടങ്ങിക്കൊണ്ട് ഇരിക്കുകയാണ്. എന്താണ് താങ്കൾക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്? നമസ്കാരം സാറേ. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ പ്രതിപക്ഷമാകുമ്പോൾ എന്തായാലും സമരം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ സമരം ചെയ്യേണ്ടത് ജനങ്ങൾക്ക് വിശ്വാസയോഗ്യമാകേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ ഇവര് സെസ്സിനെ പറ്റിയിട്ടാണ് ഇവര് സമരം ചെയ്യുന്നത്. ഈ സമരം ചെയ്യുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു പ്രശ്നം പറഞ്ഞു, ഹിമാചൽ പ്രദേശിൽ അത് കൂട്ടിയതാണ്. ഇവര് ഇപ്പൊ റീസെന്റ്ലി ഭരണത്തിൽ വന്നതാണ്. അപ്പൊ അവിടെ കോൺഗ്രസ് ഗവൺമെന്റ് അത് എന്തുകൊണ്ടാണ് കൂട്ടിയെന്നും കൂടി മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ കൂട്ടുമ്പോ സമരത്തിന് പോവുക. അതുപോലെ കേന്ദ്ര ഗവൺമെന്റ് കൊള്ളയടിച്ചു വെച്ചേക്കാണ്. എന്നിട്ട് അതിന്നാണ് ഇപ്പോ കുറേശ്ശെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. കൊള്ളയടിച്ച് എന്നിട്ട് പിന്നെ
ബാക്കിലേക്ക് വന്നു. ഇപ്പൊ കുറേശ്ശെ നികുതികളൊന്നുമില്ല. മറ്റ് ഇപ്പൊ ആളുകളെ ഇലക്ഷനൊക്കെ വരാൻ പോവാണ്. 5-6 സ്റ്റേറ്റില് പാർലമെന്റ് ഇലക്ഷൻ വരാൻ പോവാണ്. അപ്പൊ അത് മുഴുവൻ കൊള്ളടിച്ച സാധനങ്ങൾ മുഴുവൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ നികുതിയും കാര്യങ്ങളും കൂട്ടിയിട്ടില്ല. ഇവിടെ 1 രൂപ കൂട്ടിയത് 2 രൂപ കൂട്ടിയത് എന്തിനാണെന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടാണ് ഗവൺമെന്റ് കൂട്ടിയത്. അതേമാതിരി തന്നെയല്ലേ സാറേ ഹിമാചൽ പ്രദേശിലും അത് തന്നെയാണല്ലോ ചെയ്തത്. അപ്പൊ ഓൾ ഇന്ത്യ പാർട്ടിയാണ്, കോൺഗ്രസ് എല്ലാ സ്റ്റേറ്റിലും ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് കോൺഗ്രസ് അവിടെ ഒരു നയം, ഇവിടെ ഒരു നയം, ഇവിടെ രാപ്പകൽ സമരം? എന്തുകൊണ്ടാണ് ഹിമാചൽ പ്രദേശില് ഈ രാപ്പകൽ സമരം എടുക്കാത്തത്? എന്തുകൊണ്ടായിരുന്നു? അതാണ്. അപ്പൊ ആ 2 വ്യത്യസ്തമായിട്ടുള്ള ധ്രുവങ്ങൾ കാണുമ്പോഴാണ് ആളുകൾക്ക് ഈ ഇത് പ്രശ്നമാണെന്നും. പിന്നെ സുധാകരൻ പറഞ്ഞു നികുതി അടയ്ക്കാൻ, നികുതി ബഹിഷ്കരിക്കാൻ പറഞ്ഞു. വി.ഡി. സതീശൻ പറഞ്ഞു. താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്ന ഇടയിൽ ഞാൻ ഹിമാചൽ പ്രദേശിലെ പെട്രോൾ പ്രൈസ് നോക്കിയതാണ്. അവിടെ 97.58 രൂപയാണ് അവിടുത്തെ പെട്രോൾ പ്രൈസ് കാണിക്കുന്നത്. നമ്മുടെ അതിനേക്കാൾ ഉയർന്നതാണ് എന്തായാലും. അല്ല, അത്രയും നാളും കുറവല്ലായിരുന്നു സാറേ. ആ ഗവൺമെന്റ് കയറിയപ്പോഴല്ലേ അത് കൂട്ടിയത്. അപ്പോഴും നമ്മളെക്കാൾ ഏകദേശം 7 രൂപ കുറവാണ്. അതെ, പ്രൈസ് കമ്പാരിസൺ വേണ്ട, പക്ഷെ അവിടെ അതിനും കുറവായിരുന്നു. ശരി, എന്തായാലും താങ്കൾ അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നു. മറ്റൊരു പ്രേക്ഷകനുണ്ട് കൊല്ലത്ത് നിന്നും, ഗോപകുമാറാണ്. ശ്രീ ഗോപകുമാർ, താങ്കൾക്ക് പറയാം. നമസ്കാരം സാർ. നമസ്കാരം. ഇത് അഴിമതിക്കെതിരെ സമരമില്ല. അതായത് മുട്ടിൽ മരമുറി കേസ് മുതൽ അയോഗ്യരായിട്ടുള്ള ആൾക്കാരെ VC-മാരായിട്ട് നിയമിക്കുക, അതുപോലെ പല ഡിപ്പാർട്ട്മെന്റുകളും പിൻവാതിൽ നിയമനങ്ങൾ നടത്തുക, ഇതിനെതിരെയൊന്നും സമരമില്ല. എന്തായാലും പെട്രോളിന് കത്തിയതിൽ സന്തോഷമുണ്ട്. ശരി, കൂടുതൽ സമരങ്ങൾ വേണമായിരുന്നു എന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹത്തിൻ്റെത്. മറ്റു പ്രേക്ഷകരുണ്ട്. പാലയിൽ നിന്ന് ഉമേഷാണ്. ഉമേഷ് പറയാം. സാറേ, ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന നമ്മൾ ത്രിപുരയിലും പശ്ചിമ ബംഗാളിലൊക്കെ പണ്ട് സംഭവിച്ചുകൊണ്ടിരുന്ന സംഭവമാണ് കള്ളത്തരം, പച്ച കള്ള. ഇതുപോലെ കല്ല് വെച്ച് നുണ വന്ന് പറയുന്നത് CPM-കാരും CPM-ന്റെ ഈ വാലാട്ടികൾ കൊണ്ടല്ലോ. ഈ എന്തല്ല ഈ ചാനലിൽ കൂടെ ഒക്കെ വിളിച്ചു പറഞ്ഞത്. ഈ അതായത് സത്യത്തിൽ എന്നല്ല, ഈ BJP-യുടെ പോഴന്മാർക്ക് ചാനലിൽ വന്നിരുന്ന് ചർച്ച നടത്താൻ അറിയത്തില്ല. അതാ ഈ കേരളത്തിൽ BJP-ക്ക് ഒരു സീറ്റ് പോലും കിട്ടാത്ത ഇവന്മാര് പറയുന്ന ഈ കള്ളത്തരങ്ങൾ പൊളിച്ചടുക്കി കാണിക്കാൻ വേണ്ടി ഇവിടെ വരുന്ന ഈ ചാനൽ ചർച്ച വരുന്ന ഈ കരുതകൾക്ക് അറിയത്തില്ല. ഞാൻ BJP-കാരനാണ്, സത്യം സങ്കടം കൊണ്ട് പറയുന്ന ഇവന്മാര്. താങ്കളുടെ നേതാക്കളെ കുറിച്ച് ഇത്തരത്തിൽ മോശം പറയുന്നത് ഈ ഇവന്മാർ വരുന്ന ഈ ചാനൽ ചർച്ചയൊക്കെ ഞങ്ങളെല്ലാം കാണുന്നത് സാറിന്റെ ചാനൽ പോലെ എല്ലാ ചാനലും രാത്രി 10 മണി വരെ മീഡിയ മണ്ട് വരെ കാണുന്നത്. ഇവന്മാർ ഈ BJP-കാരാന്ന് വന്നിരുന്നിട്ട് കരലയും തിന്ന് വെള്ളവും കുടിച്ച് സാറേന്ന് വെച്ചോണ്ടിരിക്കും. തൽക്കാലം അതല്ല നമ്മുടെ വിഷയം. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റു ഇതിലേക്ക് അടുത്ത ആളിലേക്ക് പോകേണ്ടതുണ്ട്. തൃശ്ശൂരിൽ നിന്നും ജോസഫാണ്. ശ്രീ ജോസഫ്, താങ്കൾക്ക് പറയാം. എനിക്ക് പറയാനുള്ളത് 1 രൂപ TGST, ഇൻകം ടാക്സ് അങ്ങനെ തുടങ്ങിയ വിവിധ നികുതികളായി കേന്ദ്രത്തിൽ കൊണ്ടുപോയി 25 പൈസയാണ് തിരിച്ചു തരുന്നത്. ഇവന്മാരെന്ന് പറയാൻ കാര്യം ഇവരൊക്കെ ഈ ഭാഷ ഉപയോഗിക്കുന്നുണ്ടാണ്. എനിക്ക് ആ ഭാഷ ഇഷ്ടമല്ല. UP-യിലൊരു കാര്യം നോക്കണം. ലൈഫ് എക്സ്പെക്ടൻസി നമ്മളെക്കാൾ 20 കുറവാണ്. നമ്മുടെ 4-1 പെർ ക്യാപിറ്റ ഇൻകം. പിന്നെ എനിക്ക് ജയകുമാർ എന്ന് പറയുന്ന ചേട്ടനോട് പറയാനുള്ളത്, ഈ 19 മലവാടുകളും 18 മലവാടുകളിലെ UDF-ന്റെ, അതുപോലെ കേന്ദ്ര ഡബിൾ മലവാട്. ആദ്യം പറഞ്ഞു താങ്കൾക്ക് ഇങ്ങനെ പറയുന്നത് ഇഷ്ടമല്ല എന്ന്. പക്ഷേ താങ്കൾ വിമർശനം ഉന്നയിക്കാം, പക്ഷെ അതിന് ഉപയോഗിക്കുന്ന ഭാഷ കുറെ കൂടി മാന്യമായിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ നിയന്ത്രിക്കാറില്ല പറയുന്നത്, അതുകൊണ്ട് പറയുന്നത്. ശരി, മറ്റു പ്രേക്ഷകൻ കൂടിയുണ്ട്. കൊല്ലത്തു നിന്നും രഘുനന്ദനാണ്. ശ്രീ രഘുനന്ദനൻ, താങ്കൾക്ക് ഈ വിഷയത്തിലുള്ള അഭിപ്രായം പറയാം. കൊല്ലം തിരുമുല്ലവാരത്ത് നിന്ന് രഘുനന്ദനാണ്. അതായത് ഈ കോൺഗ്രസ് ഈ സമരം ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. കാര്യം അവർ കേന്ദ്രം ഭരിച്ചപ്പോഴും സംസ്ഥാനം ഭരിച്ച സമയത്തും കേരളത്തിന് വേണ്ടിയോ ഒന്നും ചെയ്യാത്ത നല്ല കാര്യങ്ങൾ ഭരണങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളവരല്ല. അപ്പൊ അവർക്ക് ഇതിനെതിരെ സമരം ചെയ്യേണ്ട കാര്യങ്ങളില്ല. പിന്നെ ഇതൊക്കെ ചുമ്മാ രാഷ്ട്രീയ രംഗത്ത് നടക്കുന്ന ഓരോ ചടങ്ങുകൾ നടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കാര്യം എല്ലാവരും പ്രതീക്ഷിച്ചു 1 രൂപ കുറയണമെന്ന്. പക്ഷെ തീർച്ചയായിട്ടും കുറയ്ക്കണമായിരുന്നു, അത് ചെയ്തില്ല. പക്ഷെ ഇത് മാധ്യമങ്ങളാണ്, എല്ലാ മാധ്യമങ്ങളുമാണ് ഇങ്ങനെ 1 രൂപ കുറയും എന്നുള്ള പ്രചരണം അടിച്ചിറക്കിയത്. അപ്പൊ അത് ചെയ്യരുതായിരുന്നു. അത് നമ്മള് ഗവൺമെന്റ് കുറച്ചതിന് ശേഷം കുറച്ചു എന്ന് പറയാതെ നേരത്തെ കൂട്ടി 1 രൂപ കുറയും എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇവരിപ്പോൾ 1 രൂപ കുറയും എന്നുള്ള മട്ടിൽ പ്രതികരണങ്ങൾ ആദ്യം വന്നത് ചില ഇടത് ഘടകകക്ഷികളുടെ നേതാക്കളുടെ ഭാഗത്തുനിന്ന്, ഇടത് നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ പലപ്പോഴും ആരും കുറയ്ക്കുമെന്നല്ല പറഞ്ഞത്, കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളാണ് വന്നത്. അതാണ് മാധ്യമങ്ങൾ അന്ന് നൽകിയത്. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ദുബൈയിൽ നിന്നും അബ്ദുൾ റഹ്മാനാണ്. ശ്രീ അബ്ദുൾ റഹ്മാൻ, താങ്കൾക്ക് ഈ വിഷയത്തിലുള്ള അഭിപ്രായം പറയാം. അബ്ദുൾ റഹ്മാന്റെ ടെലിഫോൺ ലൈൻ ചില പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. കൊല്ലത്തു നിന്നും രാജനാണ്. ശ്രീ രാജൻ, താങ്കൾക്ക് അഭിപ്രായം പറയാം. സാറേ, ഒരു സെസ്സും കൂട്ടാതെ ഒരു ടാക്സും കൂട്ടാതെ രാജസ്ഥാനിൽ 110 രൂപയാ 1 ലിറ്റർ പെട്രോളിന് വില. കേരളത്തിൽ 106 രൂപയിൽ നിന്ന് 2 രൂപ കൂട്ടിക്കഴിഞ്ഞാൽ 108 രൂപയ്ക്ക് ഇത് വിൽക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തെ കാട്ടിലും വില കുറവാണ് കേരളത്തിൽ. പിന്നെ ഹിമാചൽ പ്രദേശ് ഹില്ലി ഏരിയാസിൽ സെൻട്രൽ ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ 97 രൂപ ആയത്. അതിനകത്ത് ഇപ്പൊ 3 രൂപ കൂട്ടി ഇപ്പൊ വന്ന കോൺഗ്രസ്സുകാർ.
അതും ബജറ്റിൽ കൂടെ കൂട്ടിയതാണ്. മാർച്ച് 1 മുതൽ അത് കൊടുക്കണം. പിന്നെ കോൺഗ്രസ് എന്തിനാ സമരം ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം വളരെയധികം നല്ലതായിട്ട് ഭരിച്ചതാണ് അവര് 2014 മുമ്പ്. 1.5 വർഷം പെൻഷൻ കൊടുത്തു. ഈ കോൺഗ്രസ്സുകാർ നേതാക്കന്മാരെല്ലാം സ്ഥലവും വീടും വിറ്റിട്ടാണ് പെൻഷനൊക്കെ കൊടുത്തു 1.5 വർഷം. പിന്നെ അത് കൂടാതെ ഈ സബ്സിഡി കാര്യങ്ങൾ, അതായത് വീടുകളൊക്കെ വെച്ചു കൊടുത്തു. 1000 വീട് കൊടുക്കാന്ന് KPCC പറഞ്ഞതാണ്. അവരെല്ലാം കൂടെ സ്വന്തം വീട് വിറ്റിട്ടാ പണിഞ്ഞു കൊടുത്തത്. ഇതുപോലെ ഈ കഴിവില്ലാത്ത ഒരെണ്ണം ഈ സെൻട്രൽ ഗവൺമെന്റ് 36 രൂപ കൂട്ടി. 80 രൂപ കിടന്ന് പെട്രോളും 36 രൂപ കൂട്ടി 106 രൂപയ്ക്ക് എല്ലാ സ്ഥലത്തും, ഈവൻ ബോംബെ, കൽക്കട്ട, മദ്രാസ് ഇവിടെ എല്ലാം 106 രൂപയ്ക്കാണ് കൊടുക്കും. അതിന്റെ കൂടെ 2 രൂപ കൂട്ടിയപ്പോഴത്തേനും ഭയങ്കര പൊള്ളല്. എന്തോ ഇത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തിനാ സമരം? മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. സിദ്ധനാണ് മുഹമ്മയിൽ നിന്നും. ശ്രീ സിദ്ധൻ, താങ്കൾക്ക് പറയാം. ഹലോ, നമസ്കാരം സാർ. നമസ്കാരം സാർ. ഈ രാപ്പകൽ സമരം ഇപ്പൊ നടത്തുന്നതിൽ ഒരു അർത്ഥമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം വന്നിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങളും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ സാഹചര്യത്തിൽ പോലും ഗവൺമെന്റ് ജനങ്ങളുടേതാകുന്ന ഇച്ഛാശക്തിക്കനുസരിച്ച് പ്രവർത്തിച്ച് മുമ്പോട്ട് പോവുകയാണ് ചെയ്തത്. പിന്നെ ഒരു ഗവൺമെന്റിന്റെ ഒരു ബഡ്ജറ്റിൽ എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും വർധന വരും. കാരണം 60 ലക്ഷം സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവർക്ക് മുടങ്ങാതെ പെൻഷൻ കൊടുത്തു മുമ്പോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ് അല്ലേ. കോൺഗ്രസ് ഭരിച്ചിട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ AKആന്റണി ഭരിച്ചിട്ടിരുന്നപ്പോഴും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി ഭരിച്ചിട്ടിരുന്ന കാലത്തും ഈ ക്ഷേമ പെൻഷന്റെ ഒക്കെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് സാധാരണ ജനത്തിനറിയാം. അപ്പൊ ഈ ഒരു രാപ്പകൽ സമരം നടത്തുന്നത് ഒരു ശരി. മറ്റു പ്രശ്നം കൂടിയുണ്ട്. കൊല്ലത്തൊന്നും വിനേഷാണ്. ശ്രീ വിനേഷ്, താങ്കൾക്ക് ഇതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഹലോ വിനേഷ്, പറയാം. ഞാൻ മലപ്പുറത്ത് നിന്നാണ്. മലപ്പുറത്ത് നിന്ന് വിനേഷ്, പറയൂ. സാറേ, ഞാൻ ഈ സമരം കണ്ടപ്പോൾ സമരം ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഈ പെട്രോളിന്റെ ഡീസലിന്റെ ഒക്കെ വില ഇത്രത്തോളം എത്തുന്നത് വരെ ഇങ്ങനത്തെ ഒരു സമരം ഒരു ഭാഗത്ത് ആരും നടക്കില്ലല്ലോ. ജനങ്ങളെ ബാധിക്കുന്ന എന്ത് വിഷയമാണ് UDF ഏറ്റെടുത്തിട്ടുള്ളത്? അപ്പൊ ഇപ്പൊ ജനങ്ങൾക്ക് ഇപ്പൊ എന്തായാലും ഈ പെൻഷന് കാര്യങ്ങളൊക്കെ കറക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ അതിന് കേന്ദ്ര സർക്കാർ മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ ഞെരിക്കുകയാണ്. ആ സമയത്ത് ആ കേന്ദ്ര സർക്കാരിന്റെ ഒരു വാക്ക് പോലും പറയാതെ ഇപ്പൊ ഇവിടെ വന്ന് നമ്മളെടുത്ത് ഈ കേരളത്തിൽ വന്നിട്ട് ജനങ്ങളെടുത്ത് വന്നിട്ട് ഈ കളി കളിക്കുന്നത് ജനങ്ങൾ പുച്ചിരി തള്ളിയല്ലേ ഉള്ളൂ. ശരി. മറ്റു പ്രശ്നം കൂടിയുണ്ട്. നീലേശ്വരത്തു നിന്നും ഷാജു ആണ്. ശ്രീ ഷാജു, പറയാം. ചുരുക്കി പറയണം. ഹലോ, ഇത് ഇവർക്ക് നല്ല എന്താ പറഞ്ഞെങ്കിൽ ഇവിടെ തൊണ്ട ഇടക്കിടക്ക് ഇങ്ങനെ ക്ലിയർ ആക്കാലോ. പലയാള് ബൈറ്റ് ഹലോ പറയൂ. പലയാള് ബൈറ്റും TV കാണിക്കാൻ പറ്റൂല. അപ്പൊ ഇവർ ഇടക്കിടക്ക് ഇങ്ങനെ തൊണ്ട ഇങ്ങനെ ക്ലിയർ ആക്കിയിട്ട് TV കാണിക്കുന്നത് നല്ല തന്നെ. എന്നാലും ഞാനിവിടെ ഉണ്ടല്ലോ കാണാലോ. നല്ല തന്നെ ഇവർ ഇങ്ങനെ കാണിക്കുന്നത്, കോമിക്ക് കാണിക്കുന്നത് കേട്ടോ. ശരി. എന്തായാലും UDFന്റെ രാപ്പകൽ സമരത്തെക്കുറിച്ച് വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഉയർന്നത്. ചിലരെങ്കിലും സമരം അനിവാര്യമാണ് എന്നുള്ളതും ഇത്തരമൊരു സമരം പൂർണ്ണമായും UDF ചെയ്യേണ്ടതാണ്, കൂടുതൽ ശക്തിയോടുകൂടി ചെയ്യണം എന്ന് അഭിപ്രായപ്പെട്ടവരും. എന്നാൽ മറ്റു ചിലർ UDF ചെയ്യുന്നത് സമരം ഒരു പ്രഹസനം മാത്രമാണെന്നും UDF സമരം ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരിനെതിരെയല്ല കേന്ദ്ര സർക്കാരിനെതിരെയാണെന്നും ഒക്കെ പറഞ്ഞു. അങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പ്രേക്ഷകർ പറഞ്ഞത്. അങ്ങനെ പ്രേക്ഷകരുടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കൂടി നാട്ടുകാർ അറിയണം, ജനങ്ങൾ അറിയണം എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരമൊരു പരിപാടി തന്നെ സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും നാളെയും ഇതേ സമയത്ത് ന്യൂസ് 18 പൊതുവേദി.